ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. പുതിയൊരു സംഭവം, അതായത് ഇന്നലെ ഞാൻ രാത്രി ചെന്നൈയിലെത്തി, ഏട്ടൻ്റെ വീട്ടിൽ ഫ്ലാറ്റിലെത്തി വന്നു. ടയേർഡായിരുന്നു. ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും അത് തന്നെയായിരിക്കും ഇനി പറയാനുള്ളത്. അത് കഴിഞ്ഞു രാവിലെ ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ ഒരല്പം ലേറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തിരുപ്പതിക്കാണ് പോകുന്നത്. തിരുപ്പതി മുകളിൽ പോയി തൊഴുകാൻ നമുക്ക് പറ്റും തോന്നില്ല, കാരണം നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പോസിബിളല്ല. അപ്പോൾ താഴേക്കൊന്ന് തൊഴുത് ഇന്ന് അവിടെയാവും തോന്നുന്നു സ്റ്റേ, കാരണം നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം വിജയവാഡയിൽ എത്തിയിട്ട് അവിടെ സ്റ്റേ എന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ ലേറ്റാണ് ഇവിടുന്ന്. അപ്പോൾ ഇനി എന്താണ് വഴിയിൽ വല്ല തീരുമാനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ ഇനി പോകുമെന്നും എനിക്കറിയില്ല. അപ്പോൾ ഏട്ടൻ പോയി, ജോലിക്ക് പോയി. അവിടെ ഏടത്തിയമ്മ മാത്രമുണ്ട്. മക്കൾ പോയി, എല്ലാവരും സ്കൂളിലേക്ക് പോയി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. അതുകൊണ്ട് പിന്നെ ഞാൻ വീടൊന്നും കാണിക്കാമെന്നില്ല, എന്നാൽ രാത്രി ലേറ്റായിരുന്നു. ഇപ്പോൾ അന്നൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള ലഞ്ച് എടുത്തിട്ടുണ്ട്, വൈകുന്നേരം ഡിന്നറൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അവൾ. നമ്മളെന്തായാലും കാറിൽ AC യിലല്ലേ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ നാളെ കാലത്തേക്ക് ഇഡ്ഡലി പൊടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടി. എനിക്കതങ്ങനെ പരിചയമില്ല, അതും റെഡിയാക്കി തന്നിട്ടുണ്ട്. സേഫാണ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി, എന്നാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ രാവിലെ ഇഡ്ഡലി ആവി കയറ്റാവുന്നതേ ഉള്ളൂ. അതെന്തോ പൊടി മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ ചോറ്, സാമ്പാർ, ഉപ്പേരിയൊക്കെ ആക്കി ഉച്ചയ്ക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ എന്താണെന്നറിയില്ല. വഴിയിൽ വല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം, അല്ലാതെ ബാക്കി പ്രത്യേകിച്ചായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാണാം, വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ഏട്ടൻ്റെ അവിടുന്ന് ഇറങ്ങി, താഴെ ഇറങ്ങി കുറച്ച് ദൂരം വന്നിട്ടുണ്ട്. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. സത്യം പറഞ്ഞാൽ അത് അപ്പോൾ പറയുന്നുണ്ട്, ഞാനതങ്ങനെ നിങ്ങളോട് പറയാൻ വിട്ടുപോവാണ്, അത് മറന്നു പോവാണ്. കാരണം അതൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. അത് 1182 കിലോമീറ്റർ. എത്രയുടെ 1182. 1182. നോക്കി അവരോട് തന്നെ പറഞ്ഞു, നീ തന്നെ പറഞ്ഞു. അങ്ങനെ 1182 കിലോമീറ്റേഴ്സ് ചെന്നൈ കഴിഞ്ഞു. ശരി, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. ഓക്കെ, ചെന്നൈ കൂടി കഴിഞ്ഞു. അപ്പൊ നമ്മളിന്നിപ്പോ തിരുപ്പതിയിലായിരിക്കുന്ന തോന്നുന്നു സ്റ്റേ അല്ലേ, അതോ അറിയില്ല. ഇനി ഇവര് എന്താണ് പ്ലാനിങ് എന്ന് അറിയില്ല. എന്റെ ഒരു തീരുമാനത്തിൽ അങ്ങനെ പോകാനാണ്. ശരി, എങ്ങനെയാണോ അപ്പോൾ സൗകര്യം. ആന്ധ്രയിൽ ഭയങ്കര ചൂടാണോ, എനിക്ക് ചൂട് കേൾക്കുമ്പോഴാട്ടോ സഹിക്കാൻ വയ്യാത്തത്. പാലക്കാടുകാർ അങ്ങനെ പറയാൻ പാടില്ല, പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്. പക്ഷെ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കൊണ്ടേ ചൂട് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ സഹിക്കാൻ പറ്റണില്ല ചൂട്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല കേട്ടോ, എൻ്റെ കാര്യം പറയാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി എല്ലാ ഫുൾ ഫുഡും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും അത് കഴിക്കാനുള്ള സമയമേ വേണ്ടു, അതിന് വേണ്ടി കയറണ്ട. ഭയങ്കര സമാധാനം. എന്താ വെച്ചാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കാമല്ലോ എന്നുള്ളതാണ് ഒരു ആശ്വാസം എനിക്ക്. പ്രത്യേകിച്ച് ബാക്കിയുള്ളവരുടെ കാര്യമല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവരൊക്കെ പിന്നെ പുറത്ത് പോയി കഴിക്കുന്നവരും പുറത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ഞാനൊന്നും അങ്ങനത്തെ ഒരു ഇതല്ലാത്തതുകൊണ്ടേ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞൊന്നും എനിക്ക് അത് വയ്യ. ഇപ്പം എന്താണ്, തണുപ്പ് വെള്ളം, ഐസ്ക്രീം കഴിക്കണം, അല്ലെങ്കിൽ ഫലൂഡ കഴിക്കണം എന്നൊക്കെയാണ്. പക്ഷേ തൊണ്ടയ്ക്ക് പണി കിട്ടുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കാനൊരു മടി കാണിക്കുന്നത്. അപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. 100 രൂപയാണ് അത്ര ഇവിടെ നമ്മുടെ ചെന്നൈയിൽ 100 രൂപയാണ് പെട്രോളിന്. പോണ്ടിച്ചേരിയിൽ 96 രൂപയാണ് പെട്രോളിന്. നമ്മുടെ അവിടെ 106 ഭയങ്കര വ്യത്യാസങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ. ഇനി പോകെ പോകെ മാറാം. ആന്ധ്രയിലും എങ്ങനെയാണെന്ന് അറിയില്ല, കൂടുതലാണ്. ശരി, 107 ഓ ശരി, നമ്മളെക്കാൾ കൂടുതലാണോ? ഓക്കെ, അവിടെ എത്തി അറിയാൻ പറ്റും. വീണ്ടും വണ്ടി നിറച്ച് വെച്ചിട്ടുണ്ട്, ഇനി എത്ര ദൂരം എന്നറിയില്ല. ആന്ധ്രയിലേക്കുള്ള ആദ്യത്തെ ടോള്. അപ്പം നമ്മൾ ആന്ധ്രയിലേക്ക് കയറി കേട്ടോ. ഇനി നമ്മൾ ആന്ധ്രയിലാണ്, നമ്മളുടെ തമിഴ്നാട് കഴിഞ്ഞു, മലയാളവും കഴിഞ്ഞു. ഇനി നമ്മൾ ഭാഷ മാറ്റാൻ പോവുകയാണ്. അതെ, ആന്ധ്രയുടെ ബോർഡുകൾ വന്നു തുടങ്ങി. അതെ, വിജയവാഡ. അപ്പം നമ്മൾ ഇപ്പോൾ ലെറ്ററൊക്കെ മാറി തുടങ്ങി. ബോർഡ് അപ്പുറം ഇപ്പുറമുള്ള ബോർഡിലൊക്കെ ലെറ്ററൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഞ്ഞയില്ലേ വാട്ടർ ടാങ്കിൻ്റെ, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാനതൊക്കെ. വാട്ടർ ടാങ്ക് ഫുള്ളും മാങ്ങ തൊട്ടിട്ട് എല്ലാം പൂത്തിട്ടുണ്ട്.
കാഴ്ച തന്നെയാണ്. ഇവിടെയൊക്കെ കമ്പനികളാണ് കൂടുതലും കാണുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആന്ധ്രയിൽ ബസ് വരുന്നുണ്ട്, ഇതിലൂടെ ബസ് പോകുന്നുണ്ട്. എഴുതിയിട്ടുണ്ട് എവിടേക്കാ പോകേണ്ടത്. മനസ്സിലായില്ലേ? വായിച്ചില്ലേ? എക്സ്പ്രസ് ആണ്, അത് ഞാൻ വായിച്ചു. ചെറിയ തൈകളിൽ വരെ പൂത്തിരിക്കണ നോക്കൂ, നന്നായിണ്ട് കാണാൻ. നമുക്ക് മാത്രം ഇങ്ങനെ പറ്റണില്ലല്ലോ എന്നാണ് എനിക്ക് അസൂയ തോന്നുന്നത്. ഇത്ര ചെറിയ തൈയാണ്, ഫുള്ള് മാങ്ങയാവുള്ളൂ. ഇവിടെ വലിയ മൂച്ചയായാലാണ് നമുക്ക് മാങ്ങ കിട്ടുന്നത്. എന്നിട്ട് അതിൽ മുഴുവനും പൂക്കളും കൊഴിഞ്ഞും പോകും. ഇത് പക്ഷെ മുഴുവൻ മരുന്നടിച്ചത് കൊണ്ട് ഒരൊറ്റ നിറയെ ഇത് ഫുള്ള് മാങ്ങ വന്നാ എത്രയായി മാങ്ങ അല്ലേ. എന്തെല്ലാം വെറൈറ്റി ഉണ്ടാവും അറിയോ ഇപ്പതൊക്കെ. നിറയെ വെറൈറ്റി ഉണ്ടാവും. ചെറിയ മൂച്ചി കണ്ണു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വലിയ മൂച്ചയായി, കുറച്ച് ആശ്വാസമായി എനിക്ക്. അറ്റ്ലീസ്റ്റ് വലിയ മൂച്ചയെങ്കിലും ഉണ്ടല്ലോ. കുഞ്ഞു മൂച്ചിയിൽ ഇത്രയൊക്കെ പൂത്ത് വരുമ്പോഴേ. അതെ മുളക്, നിറയെ മുളക് തൈകള്. അതെ അതെ അതെ. നല്ല മുളക് പാടാണ്, പച്ചമുളകാണ് ഫുള്ള്. മോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തോട്ടമാണ്, തോട്ടം. ഒരു പെറുക്കിയൊന്നും ഉണ്ടല്ലേ. കയ്യൊക്കെ നീറില്ല എന്തോ അല്ലേ. ചാക്ക് കണക്കിന് ആക്കുന്നുണ്ട് അവര്. മുളകുകൾ ചെറുകിട കൃഷി ആണ് ഇവിടെ കൂടുതലും. മുളക്, പൂക്കള്, അല്ലെങ്കിൽ വല്ല പടുകുളങ്ങ, വാഴ, പിന്നെ മാങ്ങ. കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ തേങ്ങ, കുരുമുളക് പിന്നെ കൃഷിയായിട്ട് നടക്കും. ചക്ക കൃഷിയായിട്ട്. പൈനാപ്പിൾ റബ്ബർ പൈനാപ്പിൾ ഉണ്ടാവുമല്ലോ. റബ്ബർ, പൈനാപ്പിൾ ഇതൊക്കെയാണ് അവിടെ കേരളത്തിൽ. കർണാടകയിൽ എന്താ ഉള്ളത്? കപ്പൽ മുളക് കാശ്മീരായിരിക്കും, കശ്മീർ മുളക്. ഇവിടുത്തെ എരിവുള്ള മുളകാണ് ഇവിടുത്തെ. എന്തൊക്കെയുള്ള കുൽഫി ഉണ്ട്, സാദാ ഐസ് ഉണ്ട്, പിന്നെ ചോക്കോബാർ ഉണ്ട്, പിന്നെ മറ്റേ മാംഗോ ബാർ ഫ്ലേവർ. എല്ലാം കൊണ്ടുവന്നുണ്ട്. ഏതാ കുൽഫി? ഏതാ വേണ്ട? ചോക്കോബാർ. അമ്മയ്ക്ക് എന്താ വേണ്ട? മാംഗോ ബാർ. ചോക്കോബാർ ഉണ്ട്, പക്ഷെ അത് പൊട്ടിപ്പോയി. പക്ഷെ 30 രൂപ ഇതിലെത്തി MRP എഴുതി കഴിഞ്ഞാൽ ആ 30 വരെ വാങ്ങാം. അവൻ അഡീഷണൽ ചാർജ് ഒക്കെ പറയുമ്പോഴേ. അല്ല, ഇത് യെല്ലോ ആണ് കാണണം. അതിൽ യെല്ലോ ആണ് അമ്മേ. അതെ, പക്ഷെ അങ്ങനെയൊന്നും ഫ്രൂട്ട് സലാഡ് കാണുന്നു. ഫ്രൂട്ട് സലാഡ് കഴിച്ചാൽ മതി. അമ്മ തൈര് പിന്നെയല്ലേ ആദ്യം ചോറ് വിളമ്പും. അമ്മ ഹായ്. അപ്പം നമ്മൾ ചോറുണ്ടാ വിചാരിച്ചു.
ഒന്നും കാണിക്കണില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ടല്ലോ. തൈരും അല്ല ചോറും സാമ്പാറും കൂടെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റോഡിലാണ്. ചോറും സാമ്പാറും കൂടെ മിക്സ് ചെയ്തു. 2 പാത്രം ആക്കണ്ട പറഞ്ഞിട്ട് ഒറ്റ പാത്രത്തിലാക്കി മതി. ഇനി തൈര് ഒഴിച്ചാൽ മതിയല്ലോ. വീട്ടിൽ വന്നാലേ അതിനിടെ കണ്ടില്ലേ അവളൊരു സാധനം ചെയ്തു തരുന്നില്ല. കണ്ടില്ലേ ഇത് ഇവിടെയാണ് നമുക്ക് നോക്കേണ്ടത് വെച്ചു. നമ്മുടെ ലൈൻ ഇവിടെ സ്റ്റോപ്പാണ്. അല്ലല്ല, ഇവിടുന്ന് റൈറ്റ്. ഓംന്ന് കാണുന്നുണ്ട്. ഓംന്ന് ഞാൻ എഴുതിയെടുക്കണു പറഞ്ഞില്ലേ അപ്പുറത്ത്. അതിന്റെ അപ്പുറത്ത് ഓ ഇങ്ങനെ മുകളിലേക്ക് കയറി പോണം. ഇന്നലെ ശിവൻ പാർവതി അങ്ങനെ എങ്ങനെ വളഞ്ഞു 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 കൂടിയിരിക്കരുത്. പറയുന്നില്ലേ കാളഹസ്തി. എവിടെ നമ്മളിപ്പോൾ കാളഹസ്തിയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗോപുരം കണ്ടു. തമിഴ്നാട്ടിൽ വെള്ള കളറ്. അതെ, പെയിന്റുകളൊന്നും വന്നിട്ടില്ല. ഭംഗിയുണ്ട് കാണാൻ. എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയില്ല. ഇത് എന്താണ്? ഇഷ്ടമുള്ളത് വായിക്കാം. ഈ ഭാഷ അറിയുന്നവർക്ക് വായിക്കാം. അതെ, നമുക്കൊരു പിടുത്തമില്ല. ഗോപുരം മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ കാളഹസ്തിയുടെ. ഇവിടെ കാണുന്ന ഈ ഒരു ഷെഡ് പോലെയുള്ളത് നമ്മൾ പൈസ കൊടുത്ത് കയറുന്ന സ്പെഷ്യൽ ക്യൂ ആണ്. ഈ കയറുന്ന നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുന്ന ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഫ്രീ ദർശനം. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ എപ്പോഴും നട അടയ്ക്കല് രാത്രി 10 മണിക്ക് ഫുൾ പിന്നെ ഡേയും ഉണ്ടാവും എന്നാണ് പറയണത്. പിന്നെ അത് മാത്രം ഇവിടെ ഒരുപാട് പാർക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് പറയും ഇവിടെ 3 മണിക്കൂർ ക്യൂ ആണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ സ്പെഷ്യൽ ദർശനത്തിന് വേണ്ടിയിട്ട്. അത് നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ കയറിയിട്ട് നോക്കിയിട്ട് പോവാം. സെൽഫോൺ കൊണ്ടുപോകണമെങ്കിൽ 5. സ്പാനിഷ് ചെറി ട്രീ അതാണ് ഈ മരത്തിൻ്റെ പേര്. അതിലത് നോക്ക്, ചെറിയാണത്, ഗ്രീൻ കളർ. ഇനി അത് ചിലപ്പോൾ കളർ വരുമായിരിക്കും, റെഡൊക്കെ. റെഡ് ഉണ്ട് അതിനകത്ത്. ഉണ്ടല്ലേ? ഉണ്ട്. അപ്പം അത് പഴുത്തിട്ട് വേണ്ടി വരും വീഴാൻ. കാണുന്നുണ്ടോന്നറിയില്ല. കാണുന്നുണ്ടാവുമായിരിക്കും. ചെറിയൊരു മാങ്ങടയോ അങ്ങനെ എന്തൊക്കെ. കാളഹസ്തി തൊഴുകൽ കഴിഞ്ഞു. 2 ടൈപ്പ് ക്യൂ ആണുള്ളത്. ഒന്ന് 500 രൂപ കൊടുത്തിട്ട് നമുക്ക് കയറാം. അല്ലാതെ ഫ്രീ ദർശനമുണ്ട്. നമ്മൾ ഫ്രീ ദർശനമാണ് പോയി നോക്കിയത്. അത് കിട്ടുകയും ചെയ്തു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം തുറക്കുന്ന ക്ഷേത്രം ആയതുകൊണ്ടാണോ അതോ ഇന്ന് തിരക്ക് കുറവാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പെട്ടെന്ന് തൊഴുകാൻ പറ്റി. എന്താ ശിവലിംഗം കാണാം. ഇപ്രാവശ്യത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ വന്നിട്ടുള്ളത് മുഴുവൻ ശിവലിംഗങ്ങളാണ്. ഇത് മെലിഞ്ഞ് ഹൈറ്റായിട്ടുള്ള ശിവലിംഗം. രാമേശ്വരത്തിലെ അത്യാവശ്യം വണ്ണമുള്ള ഹൈറ്റായിട്ടുള്ള ശിവലിംഗം. ബൃഹദേശ്വര ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ചുറ്റും ശിവലിംഗം ഇവിടെയും കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാളഹസ്തിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്തുകൊണ്ടോ ശിവനാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത്. അത് ദൈവാനുഗ്രഹം അത്രേ പറയുള്ളൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കാളഹസ്തിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ എൻട്രൻസാണ്, മെയിൻ എൻട്രൻസാണ് വരുന്നത്. പിന്നെ നമുക്ക് മൊബൈൽ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ വണ്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ 10 രൂപ ലാഭിക്കാം. അല്ലെങ്കിൽ 10 രൂപ കൊടുക്കേണ്ടി വരും. ഒരു ഫോണിന് 10 രൂപ കൊടുത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ വാങ്ങിത്തരാം. പിന്നെ വേറെന്താ പറയാൻ വിചാരിച്ചു. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ആനയും സർപ്പവും 8 കലി, ഈ 3 പേരുടെ കഥയാണ് അത്രയത്. ശിവലിംഗത്തെ പൂജിച്ചത് ആന പകൽ വന്ന് പൂജിച്ചു പോയി എന്നാണ് വിശ്വാസം. അടുത്ത ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെ പൂജ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നു. നോക്കിയപ്പോൾ അവിടെ സർപ്പമുണ്ട്. സർപ്പമാണ് അത് പൂജിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സർപ്പം അത് അവർ തമ്മിൽ വഴക്കായപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നിട്ട്, അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ നിൽക്കുന്നുണ്ട് 8 കലി. അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ആന പാമ്പിനെ എടുത്ത് മസ്തകത്തിൽ വെച്ചിട്ട് ശിവലിംഗത്തിലേക്ക് അടിച്ചു. അപ്പോൾ 8 കാലി അതിലുണ്ടായിരുന്നു. 8 കാലിയും പോയി, സർപ്പവും പോയി. മസ്തകത്തിൽ അടിച്ചത് കൊണ്ട് ആനയും മരിച്ചു. 3 പേരും മരിച്ചു. അതാണ് ഇവിടുത്തെ
ഒരു കഥയായിട്ട് പറയുന്നത്. പാർവതി ദേവിയെ കാണാൻ ഭയങ്കര ഭംഗി, നല്ല മൂക്കുത്തിയൊക്കെ ഇട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മൂക്കുത്തിയൊക്കെ ഇട്ടിട്ടുള്ള ഭഗവതിയെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. അതും കണ്ടു. ശിവനും ശക്തിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ ഫോട്ടോ, അതിൽ ഭഗവതിയാണ് ഇരിക്കുന്നത്, അതും കണ്ടു, കാണാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എല്ലാ നന്മയുണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, അത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ കാളഹസ്തി കഴിഞ്ഞു. നമ്മൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് അവിടുത്തെ മഹാദേവൻ്റെ പ്രതിഷ്ഠ. ഇത് ഭഗവതി മൂക്കുത്തിയൊക്കെ കാണുന്നില്ലേ നിങ്ങൾക്ക് ഭംഗിയായിട്ട്. ഇതാണ് ഇവിടെയുള്ള പ്രതിഷ്ഠകൾ രണ്ടെണ്ണം. ഇത് ശ്രീ കാളഹസ്തി എന്ന് പറയുന്നത്, ശ്രീ എന്ന് പറയുന്നത് 8 കാലി വരുന്ന, കാള എന്ന് പറയുന്നത് സർപ്പത്തെ സൂചിപ്പിക്കുന്നു, ഹസ്തി എന്ന് പറയുന്നത് ആനയെ. ഇവർ 3 പേരും ഭഗവാനെ പൂജിച്ചു എന്നാണ് പറയുന്നത്. 8 കാലി ഇതങ്ങനെ ചിലന്തി വല വെച്ചിട്ടാണ്, സർപ്പം പൂവിട്ടിട്ട് ആന തീർത്ഥമൊഴിച്ചിട്ട്, അതാണ് വിശ്വാസം. പിന്നെ മറ്റൊന്ന് ഈ വേടൻ്റെ കഥയാണ്. എനിക്കത് പൂർണ്ണമായിട്ടങ്ങനെ മനസ്സിലായില്ല. പക്ഷേ ഈ വേടൻ കാരണം ഭഗവാന്റെ കണ്ണ് പോയി, അത് കാരണം വേടൻ സ്വന്തം കണ്ണെടുത്ത് ഭഗവാന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിനെ കണ്ടിട്ട് ഭഗവാൻ ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയാണ് എന്നാണ് ഒരു വിശ്വാസം. അതും അവിടെയുണ്ട്. തൊഴുത് കഴിഞ്ഞു. പിന്നെ വണ്ടിയിരിക്കുന്നത് കാലൊക്കെ നല്ല സുഖമുണ്ട്, കാര്യമില്ലാണ്ട് ചെരുപ്പ് അവിടെ ഊരി വെച്ചു. വെയിൽ ചെരുപ്പില്ല, പക്ഷെ ചെരുപ്പ് ഇടാതിരുന്നത് നന്നായി. കാരണം ഏതിൽ കൂടെയൊക്കെ പോയി വേറെ ഏതിൽ കൂടെയൊക്കെ വന്നു. അതെ, ഇപ്പൊ എവിടെയാ നമുക്കൊരു ചെറിയൊരു ആഗ്രഹം, കയറി കൂടെ തന്നെ വരണ്ടല്ലോ. അതിനെന്താ ശരി, വേറെ വഴി കൂടെ പോകും, വല്ലാത്തൊരു വഴി. ഈ വഴി പോയിട്ട് വേറെ ഏതോ ഒരു വഴി, ഒരു ഇതിന്റെ ബാക്ക് സൈഡ് കൂടെ നമ്മൾ തിരിച്ചു വിടുന്നു. കുറേ നടന്നു. ബാക്കിൽ വേറൊരാൾ നടക്കണ്ട അവിടെ പോയി ചാർജ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ചാർജ് ചെയ്യണം. അപ്പോൾ ഇനി നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇനി എവിടേക്കാണ്? തിരുപ്പതി. കിട്ടൂലെന്ന് അറിയില്ല. എന്തായാലും തിരുപ്പതി പോകാൻ അവിടെ പോയിട്ട് താഴെ കൊണ്ടിട്ട് വരാൻ വെച്ചു. പിന്നെ അവിടെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. വേറെ ഏതൊക്കെ അമ്പലങ്ങളില്ല അവിടെ? പത്മാവതി അമ്മയെന്ന് കാണണം. ഭഗവാൻ കുറേ പേരുണ്ട് അവിടെ. വിവാഹം കഴിച്ചതാണ് അത്ര. ടൈമിംഗ് ഒക്കെ എന്താന്നൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. ഇരുട്ടാണോ കാണുമ്പോ? ഇത്രയും വെയിലത്ത് ഇരുട്ടാണ്. നമ്മുടെ മൊബൈല് നമ്മൾ പോകുന്ന വഴിയുടെ പ്രശ്നമാണ്. ശരി, അപ്പൊ ഇനി അവിടെ തിരുപ്പതിയിലെത്താം. അങ്ങനെ അത് കഴിഞ്ഞു. ഇതുവരെയുള്ള യാത്രകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ, പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. അനിട്ടും പറയും. എനിക്ക് എല്ലാ അമ്പലവും ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചുകൂടി ഉള്ളിൽ തട്ടുന്ന രീതിയിൽ വന്നത് ഈ കാളഹസ്തിയാണ്. ശ്രീ കാളഹസ്തി. ശരി. അത് കഴിഞ്ഞാൽ തഞ്ചാവൂരിലെ ക്ഷേത്രം. ബൃഹദേശ്വര ക്ഷേത്രം. എനിക്ക് ബൃഹദേശ്വര ക്ഷേത്രം തന്നെ. എനിക്കതാണ് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഇഷ്ടമായതും അതാണ്. കാണാനാണെങ്കിലും ശരി, വർക്കാണെങ്കിലും ശരി. രാമേശ്വരത്തിലെ മഹാദേവനെ കാണാൻ എന്താ ഭംഗി, എന്താ ഒരു ആഘാര ഭംഗി. അതേപോലെ ഉത്തരകോശമങ്കി അതും അതെ. അത് നമ്മൾ ഷഷ്ടിയിൽ ചെന്നതുകൊണ്ടും ആ ഒരു ശ്രീകോവിലിന്റെ മുന്നില് നേരെ ആകാശത്ത് നക്ഷത്രം കാണുന്നതും അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു എനിക്കപ്പോൾ തോന്നിയത് കേട്ടോ. ശരിക്ക് മഹാദേവന്റെ തലയിലുള്ള ചന്ദ്രക്കല പോലെയാണ് ആ ഒരു ഗോപുരത്തിന്റെ മേലെ ചന്ദ്രനെ കിട്ടിയിട്ടുണ്ട്. അത് എത്ര കണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല. ചന്ദ്രനെ കണ്ടപ്പോൾ, നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നി എനിക്ക്. അത് മിസ് ചെയ്തിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞിട്ടാണ് അത് പോയത്. പക്ഷെ അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി പാർവതി ദേവി
ഇപ്പോൾ പോയ പലയിടത്തും പാർവതി ദേവിയെ നമ്മൾ കണ്ടു. പക്ഷേ എന്നാലും നമ്മളുടെ നാട്ടിലൊക്കെ ആണെന്ന് പാർവതി ദേവിയുടെ സങ്കല്പമാണുള്ളത്. തിരുവൈരാണിക്കുളത്തിലാണ് പാർവതി ദേവിയെ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി ഉള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവാം, ഞങ്ങളുടെ ഭാഗത്തെ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ഇല്ല. പാർവതി ദേവി അങ്ങനെ ഒരു ഇതായിട്ടില്ല, സങ്കല്പമാണ്. പിന്നിൽ നമ്മൾ തൊഴുക എന്നുള്ളതാണ്. ഞങ്ങളുടെ തെക്കണിയടത്തെ ശിവക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു പരിപാടി അങ്ങനെയാണ്. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയല്ല. ഇത് ആദ്യമായിട്ട് മൂക്കുത്തിയൊക്കെ വെച്ചിട്ടുള്ള ഭഗവതിയെ കണ്ടത് എനിക്ക് ഭയങ്കര അതെ അതിശയമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇവിടുത്തെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈലുള്ളിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ എന്തെല്ലാം സ്വർണങ്ങളാണുള്ളത്, അതൊക്കെ എന്തെല്ലാം രത്നങ്ങളാണുള്ളത്, അതൊക്കെ എന്താണ് അതിൻ്റെ പേര്, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്കതൊക്കെ മനസ്സിൽ കണ്ടുവരാനേ പറ്റും. അതൊന്നും ഓർമ്മയിലൊന്നും നിൽക്കില്ല കേട്ടോ. പിന്നെ രാഹുവിനെയും കേതുവിനെയും ഒക്കെ കണ്ടു. അതുകൊണ്ടാണ് അത്ര ഈ ക്ഷേത്രം എല്ലാ സമയവും തുറന്നു വെച്ചിരിക്കുന്നത്. അവരെ കണ്ടു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വായു ഇത് അപ്പോൾ ഇതാണ് നമ്മളുടെ അതെ 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 അതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതൊക്കെ കാണാൻ പറ്റി. എന്താ ഞാൻ പറയാ, അവിടെ എല്ലാം നന്നായിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അനേട്ടാ? ആ തൊഴുകാനുള്ള അവരുടെ ആ ഓർഗനൈസിങ് ഗംഭീരമായിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് തോന്നി. അതെ, അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? രാമേശ്വരാണോ അല്ല തഞ്ചാവൂരാണോ? പക്ഷെ അമ്മ ഇതൊക്കെ ഇതിനു മുമ്പേ ഒരുപാട് തവണ ടൂർ വന്നിട്ടുള്ള ആളാണ്. എന്താ വരുന്ന സമയത്ത് ടൂർ വരുന്ന സമയത്ത് അങ്ങനെ വരും, അങ്ങനെ പോകും. അതുകൊണ്ട് അത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാനെല്ലാം അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലേ? അതെ, അങ്ങനെയുള്ള ഒരു അവസരമാണ് ഭഗവാൻ തന്നതാണ്, മഹാദേവൻ തന്നു. അതിന് ഭഗവാനോട് നന്ദി പറയാ. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഹൈവേയിലൂടെ പോണത് എന്തായാലും അപ്പുറത്തെ ഹൈവേ ആണ്. നമുക്ക് ഷോർട്ട് കട്ടാ വന്നിരിക്കണ ചേച്ചി. വളവും തിരിവും ജാസ്തിയാവും. ഇത്തിരി നേരത്തെ എത്തിക്കുന്നു മാത്രം. നീ ഹൈവേയിലേക്ക് കയറുന്നെ അപ്പൊ എല്ലാരും അവിടെ ഇരുന്നു. നോക്കുന്നുണ്ട് ആരുടെ മുഖം പോലെ ഭഗവാന്റെ അവിടെ ഇവിടെ ശിരസ് നെറ്റിയാണ്, നെറ്റി മൂക്ക് കടക്കാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലേ ഈ ഫോട്ടോ ഒക്കെ, ഈ ഒരു പാർട്ട്. തിരുമല ഉണ്ടോ? അപ്പുറത്താണ് തിരുമല. ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ടാക്സിയൊക്കെ ചോദിച്ചാൽ മതി, ടാക്സിക്കാരാണ്. അപ്പോൾ തിരുപ്പതി ഭഗവാന്റെ ദർശനം നമുക്കിപ്പോൾ പോസിബിൾ അല്ല. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് കയറി നമ്മളുടെ കാറാവുമ്പോൾ നമുക്ക് മുകളിൽ വരെ പോകാം, അതൊക്കെ സൗകര്യമുണ്ട്. പക്ഷേ ഫുള്ള് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഇത്രയും സാധനങ്ങൾ ഇറക്കി കയറ്റി വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ന് ഇറക്കിയാലേ നാളെ രാവിലെ വരെ നമ്മൾ ഇറക്കേണ്ടി വരും. അതുപോലെ തന്നെ അവരതുപോലെ തിരിച്ചും കയറ്റി വെക്കണ്ടേ. അപ്പോൾ ഒരു സെറ്റപ്പിലാണ് ഇത് വെച്ചിരിക്കണത് തന്നെ. അപ്പം നമുക്കത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ അല്ലാതെ അവർ പിന്നെ ഇന്ന് മുഴുവനും നിന്ന് നാളെ ദർശനം കിട്ടും, പിന്നെ ഇവിടെ എവിടെ നാളെ കിട്ടിക്കൊള്ളണമെന്ന് ഉറപ്പൊന്നുമില്ല. ഇന്ന് രാത്രിയാണ് ടോക്കൺ കൊടുക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് അത് എപ്പോഴാണോ പറയണത്? എന്നിട്ട് നാളെ രാവിലെ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കംപ്ലീറ്റ് ആയി. നാളെ രാവിലെ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നാളെ രാത്രി ക്യൂ നിൽക്കും. മറ്റന്നാൾ
ദർശനം കിട്ടും. അപ്പോൾ 2-3 ദിവസം അതെ 2-3 ദിവസം നമുക്കതിനു വേണ്ടി ഇപ്പോൾ സമയം കളയാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ താഴെ നിന്ന് തൊഴുതു നമ്മൾ പോവാൻ തീരുമാനിച്ചു. കാരണം വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കുക എന്നുള്ളത് നടക്കണ കാര്യമില്ല. അതുകൊണ്ടാണ്. കാരണം ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഇത് മുഴുവൻ ഇറക്കി അത് അവിടെ കയറ്റി വെച്ച് പിന്നെ വണ്ടിയും കൊണ്ട് പോവുക എന്നൊക്കെ പറയണമൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ തിരുപ്പതി ദർശനം ഇവിടം വരെ താഴെ വരെ വന്ന് നിർത്തണം, അവസാനിപ്പിക്കുകയാണ്. വേറെ വഴിയൊന്നുമില്ല. അതെ, പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അതിനു വേണ്ടി വരാം. അപ്പോൾ നമ്മളുടെ ചെറിയ ലഗേജ് ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇത് നമുക്ക് പോസിബിൾ അല്ല. അപ്പം നമുക്ക് തിരിച്ചു പോവാം. ഹൈദരാബാദിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ, നല്ല ചായ കേട്ടോ, പറയാതെ വയ്യ. സമോസ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. അച്ചു കാപ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 3 ചായ പറഞ്ഞു. നല്ല ചായ, നല്ല ചായ, ഇഷ്ടമായി. തിരുപ്പതിയിൽ നിന്ന് വിടുകയാണ് നമ്മൾ. തിരുപ്പതിയിൽ നിന്ന് വിട്ട് നമ്മൾ നേരെ ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഹൈദരാബാദിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.